ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം, മുഖപക്ഷം കൂടാതെ, മുഖപക്ഷം കൂടാതെ പ്രതിഫലം കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ കർത്താവായ യേശു ക്രിസ്തു. എന്റെ യേശുവിന് കൂടി അല്ലാതെ ആരും നിനക്കൊരു പ്രതിഫലം തരികയില്ല. തന്നാലും നാളെ അത് പറയും, ഞാൻ ഇന്നതുപോലെ അവർക്ക് വേണ്ടി ചെയ്തു കേട്ടോ എന്ന് പറയുന്നു. എന്നാൽ എന്റെ കർത്താവ് നിനക്കൊരു പ്രതിഫലവും ഒരു അവകാശവും നൽകിയാൽ ആ അവകാശത്തെ വിളിച്ചു പറയുന്നവനല്ല, നിത്യനിത്യമായി എന്റെ പൈതങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് അവന്റെ മഹത്വത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതൊക്കെ നിറവടിയായി വന്നുകൊണ്ടേയിരിക്കും. ഒരു ലോകത്തിലുള്ള പിതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശം കൊടുക്കാറുണ്ട്. ആ അവകാശം അവർ മറ്റൊരു കുഞ്ഞിനെ നിയോഗിച്ചാൽ അവകാശം ഒരിക്കലും വിവാഹിച്ചു കൊടുക്കത്തില്ല. തന്റെ മക്കൾക്ക് അവകാശം കൊടുക്കുകയുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് അവൻ മുഖപക്ഷം കൂടാതെ വേണം അവകാശങ്ങളെ വിവാഹിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ്. ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന സംഘടന എന്നാണേൽ സഹായിക്കുന്നവർ, ആമേൻ, അല്ല എന്നോട് കൂടിയാണെങ്കിൽ എന്റെ കൂടെ ഒപ്പം നിന്നാൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഇങ്ങനെ സംഘടനകൾ വിഭാഗിച്ച് സഹായിക്കുന്നവരായി ഭൂമിയിലുള്ളവർ. എന്നാൽ എന്റെ കർത്താവിന്റെ അവകാശം അങ്ങേ സ്നേഹിക്കുന്നവർക്ക് സകലതും അവൻ അവകാശമായി നൽകും. അത് നിശ്ചയമാണ്. ആ അവകാശത്തെ ആരുടെയും മുഖപക്ഷത്താൽ മാറ്റിക്കളയുന്ന ഒരു അവകാശമല്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്: അവകാശവും പ്രതിഫലവും കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ സേവിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ വിശ്വസിക്കുന്നവർക്കുണ്ടല്ലോ, അവന്റെ മക്കൾ നിന്ന് അവകാശം നിനക്ക് ലഭിക്കുമെന്നുള്ളതായ പൂർണ്ണ ധൈര്യത്തോടു കൂടി ആരും നിന്നെ നാളെ കുറ്റപ്പെടുത്തുകയില്ല. നിനക്ക് ഞാൻ ഇന്നത് തന്നല്ലോ, ഇങ്ങനെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താത്തൊരു കരമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ കരമാ. ആ കരത്തിൽ കൂടി വരുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും പ്രതിഫലങ്ങളും, ആമേൻ, സ്തോത്രം, നാളെ നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്കുകയില്ല, നാളെ നീ ഭയപ്പെട്ടു പോകുന്നതായിരിക്കുകയില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മക്കളെ, അവനിൽ നിന്നുള്ള എന്റെ യേശുവിൽ നിന്നുള്ളതായ അവകാശത്തെ പ്രാപിക്കുവാൻ നമുക്ക് ഒന്നിച്ചൊരുങ്ങാം, ഒന്നിച്ച് കാത്തിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, അവകാശത്തെ ലഭിക്കാതെ എനിക്കൊരു പ്രതിഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്നെങ്കിൽ അവർക്ക് ദൈവം ഒരു പ്രതിഫലവും ഒരു അവകാശത്തെ നൽകണമേ. അത് പ്രാപിപ്പാൻ തന്റെ ജനത്തെ ഒരുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.